കാരുണ്യവാനായ ഈശോയെ, 3 മണി സമയത്ത് പ്രാർത്ഥിച്ചാൽ എന്ത് സാധിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സമയമാണല്ലോ കർത്താവേ 3 മണി സമയം. ഈ സമയം ഞങ്ങൾക്ക് നൽകിയ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആയുസ് നൽകിയ കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ചോദിപ്പിൻ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്. ഈശോയെ, ഞങ്ങൾ ചോദിക്കുന്നു. നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒന്ന് കഴിയുമ്പോൾ ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണമെന്ന്. നാളെ ഞങ്ങൾക്ക് മറ്റൊരാവശ്യമുണ്ട്. അപ്പോൾ ഈശോ ഞങ്ങളോട് ചേർന്ന് നിന്ന്, ഈശോയെ, അങ്ങയോട് ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കുവാനും അങ്ങയോടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും, അങ്ങയോട് അനുവാദം ചോദിച്ച് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ നിയോഗത്തെ അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭൂമിയിൽ നിസ്സാരങ്ങളായ വേദനകൾ മാത്രമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങ് അനുഭവിച്ച വേദന ഞങ്ങൾക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയോടല്ലാതെ ആരോടാണ് അപേക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. ഈശോയെ, അങ്ങയ്ക്ക് മാത്രമേ രക്ഷിക്കാനാവുള്ളൂ. ഞങ്ങളുടെ നിയോഗങ്ങളോ ആവശ്യങ്ങളോ മനുഷ്യരോട് പറഞ്ഞാൽ ചിലർ പരിഹസിക്കും, ചിലർ ഞങ്ങളെ കാണുമ്പോൾ സഹതാപം പ്രകടിപ്പിക്കും, തിരിഞ്ഞു നിന്ന് ഞങ്ങളെ അവഹേളിക്കും. ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ ഞങ്ങൾക്കെതിരെ കെണികൾ വയ്ക്കുന്നു. ഞങ്ങളുടെ വരുമാന മാർഗത്തെ തടസ്സപ്പെടുത്തുന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നു. ഈശോയെ, എന്നെക്കാളും ആരും രക്ഷപ്പെടരുത്. ഞാനായിരിക്കണം ഏറ്റവും സമൂഹത്തിലും ഞാനായിരിക്കണം ഏറ്റവും വലിയവനെന്ന അഹങ്കാരത്തോടും കൂടി ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങേക്കറിയാലോ. ഈശോയെ, വിചാരത്താലോ പ്രവൃത്തിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ഈശോയെ, പാപിയായ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തത്. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാളത്തിൻ്റെ വാഗ്ദാനമായ വിശ്വാസത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാനും വിശ്വാസവും വിശുദ്ധിയുമായി ജീവിക്കുവാനും വരും തലമുറയെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആലയമായ അവരുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. വിവേകം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നാഥ, അനേകം കുടുംബങ്ങളാണ് ഇപ്പോൾ ഡൈവേഴ്സായി 2 മക്കളും 3 മക്കൾ ഒരിടത്ത്, അമ്മയൊരിടത്ത്, അപ്പൻ വേറൊരിടത്ത് അങ്ങനെ ജീവിക്കുന്നത്. ഈശോ, ഈ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ നാഥ. ലോകസുഖങ്ങളിൽ നിന്നും തന്നിഷ്ടത്തിൽ നിന്നും കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കണേ നാഥ. എളിമയും വിനയവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ, സ്തോത്ര. ദൈവമേ, നന്ദി. ദൈവമേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.